ഈ ജാക്ക് ഷ്ലോസ്ബർഗ് ക്രേസി ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും പിന്നെ ഒക്കെ ചെയ്താണ് ജനശ്രദ്ധയിൽ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കസിൻ, അതായത് ഈ പിന്നെ വെടിയേറ്റ് കൊല്ലപ്പെട്ട റോബർട്ട് കെന്നഡിയുടെ, അതായത് പ്രസിഡന്റ് കെന്നഡിയുടെ അനിയൻ റോബർട്ട് കെന്നഡി പിന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നെ റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ, നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ ഹെൽത്ത് സെക്രട്ടറി, ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അതിശക്തമായ വിമർശനമൊക്കെ കൊണ്ടാണ് ജാക്ക് ഷ്ലോസ്ബർഗ് പിന്നെ രംഗത്ത് വരുന്നത്. എന്ന് മാത്രമല്ല, കെന്നഡി കുടുംബത്തിലുള്ളവർ ഇദ്ദേഹത്തിനെതിരെ വേണ്ടത്ര വിമർശിക്കുന്നില്ല എന്നും അദ്ദേഹം പരാതിപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം ഈ പിന്നെ കെന്നഡി കുടുംബം പിന്നെ എല്ലാവരും ഡെമോക്രാറ്റുകളായിരിക്കുകയാണ് ഈ റോബർട്ട് എഫ് കെന്നഡി അങ്ങോട്ട് ട്രംപിൻ്റെ കൂടെ റിപ്പബ്ലിക്കൻ പക്ഷത്തേക്ക് നീങ്ങിയത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്ന ഈ വാക്സിനെതിരെയും മറ്റും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളാരും അധികമാരും അത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ വിദഗ്ധരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, വാക്സിനും മറ്റും വേണ്ട, അല്ലെ വാക്സിന് ടൈലനോട് വരെ ദോഷകരമാണെന്നൊക്കെ പറയുന്ന അത് പിന്നെ വിദഗ്ധർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ആരോഗ്യ സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറി അത് പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസ്യത എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്ത് കെയർ രംഗത്ത് വലിയ മാറ്റങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ. അപ്പോൾ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണിത്. CDC പിരിച്ചുവിടുക, അല്ലെ FDA പിന്നെ നിയന്ത്രണങ്ങൾ വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്തായാലും അദ്ദേഹത്തിനെതിരെ ഈ ഷ്ലോസ്ബർഗൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർ അത്രയധികം പ്രതികരിക്കാത്തതിൽ പിന്നെ ദേഷ്യപ്പെടുന്നുമുണ്ട്. പിന്നെ ഈ കെന്നഡി കുടുംബത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, ഈ അമേരിക്കയിലെ ഒരു രാജകുടുംബം ആയിട്ടാണ് ഈ കെന്നഡി കുടുംബത്തെ കരുതിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വലിയ കെന്നഡി പിന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ പിന്നെ ആരാധനയാണ്. എന്തുകൊണ്ടാണോ അത് അങ്ങനെ വന്നതെന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ പിന്നെ ജോൺ കെന്നഡിയുടെ ആ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യ ജാക്വലിൻ കെന്നഡി അവർ വലിയ പിന്നെ ബ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഈ കൊച്ചുമകനും അത് തന്നെ പറയുന്നുണ്ട്, ഉഷാ വാൻസിനേക്കാൾ എത്രയോ സുന്ദരിയായിരുന്നു എൻ്റെ വല്യമ്മ എന്നാണ് പിന്നെ കൊച്ചുമകൻ പറയുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെ.